നമസ്കാരം. നമ്മുടെ KSRTCയുടെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യമായി വരുന്ന പഠിതാക്കൾക്ക് പലപ്പോഴും ഒരു വാഹനത്തെയും റോഡിനെയും ഒക്കെ ഒരു പേടിയുണ്ടാവും. അത്തരം പേടി മാറ്റുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സിമുലേറ്ററിൽ ക്ലാസ്സുകൾ നൽകുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വാഹനം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സിറ്റി, ഹൈവേ, ഹില്ല്, ഓഫ് റോഡ് തുടങ്ങി വിവിധങ്ങളായ റോഡുകളിൽ അവർക്ക് പരിശീലനം, ഡേ മോഡ്, നൈറ്റ് മോഡ് സെലക്ട് ചെയ്ത് പരിശീലനം കൊടുക്കാൻ കഴിയും. അതുപോലെ റെയിൻ മോഡ്, ഫോഗ് മോഡ്, ഏത് കാലാവസ്ഥയിലും ഡ്രൈവിംഗ് നൽകാനുള്ള അവർക്ക് ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ആദ്യത്തെ 5 ദിവസം അവർക്ക് വെർച്വലായ റോഡ് മാർക്കുകളും സൈൻ സിഗ്നലും ഒക്കെ വെർച്വലായിട്ടുള്ള വാഹനവും തിരക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് 5 ദിവസം കഴിയുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി റോഡ് ഫിയർ ഇല്ലാതെ അവർക്ക് പരിശീലനം വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഡ്രൈവിംഗ് സ്കൂൾ 18 എണ്ണം നിലവിൽ വിവിധ ജില്ലകളിലായി KSRTCയിൽ തുടങ്ങിയിട്ടുണ്ട്. 7 ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനം പ്രാരംഭഘട്ടത്തിലാണ്. ഇത്തരത്തിൽ നമുക്ക് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ള നമ്മുടെ സ്കൂളുകൾ തിരുവനന്തപുരം ജില്ലയിലെ അട്ടക്കുളങ്ങര, അതുപോലെ പൂവാർ, പാറശാല, വെള്ളനാട്, വിതുര, ആറ്റിങ്ങൽ എന്നീ സ്ഥലങ്ങളിലാണ്. പിന്നെ തൊട്ടടുത്ത കൊല്ലത്ത് ചാത്തന്നൂര്, ചടയമംഗലം സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഇത്തരത്തിൽ നമുക്ക് 18 നമ്മുടെ വടക്ക് വരെ 18 ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, നമുക്ക് വന്നിട്ട് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഹെവി വാഹനങ്ങൾക്ക് 30 ദിവസമാണ് നമ്മുടെ കോഴ്സ്. 9,000 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. 30 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ 28 എണ്ണവും നമുക്ക് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 തിയറി ക്ലാസ്സുകളാണ്. അത് പോലീസ്, RTO, നമ്മുടെ ഡിപ്പോ എഞ്ചിനീയേഴ്സിന്റെ, അതുപോലെ ഇൻസ്പെക്ടേഴ്സിന്റെ ക്ലാസ്സുകൾ, കൂടാതെ ഡോക്ടറുടെ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാറിന്റെ പരിശീലനത്തിന് വരുന്നത് 9,000 രൂപയാണ്. 30 ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. 2 വീലറിന്റെ പരിശീലനത്തിന് നമുക്ക് 3,500 രൂപയാണ്. 20 ക്ലാസ്സുകൾ ലഭിക്കും. അതില് കാറും 2 വീലറും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് 11,000 രൂപയാണ് ഫീസ് നിരക്ക് വരുന്നത്. കൂടാതെ നമുക്കറിയാം, ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വാഹനം ഓടിക്കാൻ ഇപ്പോഴും ഭയമുള്ള പല ആൾക്കാരും ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ റോഡ് പരിശീലനം നൽകുന്നതിനുള്ള സംവിധാനം നമ്മുടെ 18 സ്കൂളുകളിലും ഇപ്പോ നിലവിൽ ലഭ്യമാണ്. ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിക്കാൻ പറ്റാത്തവർക്കും ഇത്തരത്തിൽ ചെറിയ നിരക്കിൽ, അത്തരത്തിൽ ഹെവിയുടെ റോഡ് പ്രാക്ടീസിന് 5,000 രൂപയും കാറിന്റെ റോഡ് പ്രാക്ടീസിന് 2,500 രൂപയാണ് ഫീസ് നിരക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സിമുലേറ്റർ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വാഹനത്തിൽ കയറിയിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം സീറ്റ് ബെൽറ്റ് ധരിക്കാം. സീറ്റ് ബെൽറ്റ് പ്രോപ്പറായി ധരിക്കുമ്പോൾ സിമ്പിൾ മാറും. ഓക്കെ, സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കും ക്ലച്ചും അമർത്തി പിടിച്ച്, തുടക്കക്കാർക്ക് ഇത് ഇവിടെ നോക്കുമ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ അറിയാം വാഹനം ഏത് ഗിയറിലാണെന്നുള്ളതും സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത്തരത്തില് ബ്രേക്കും ക്ലച്ചും കൂടി അമർത്തി പിടിച്ച് ഗിയർ ന്യൂട്രലിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ക്ലച്ച് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടായ വാഹനം റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് സാവധാനം വലത് സൈഡിലേക്കുള്ള സിഗ്നൽ കാണിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു കന്നുകാലികൾ വരുന്നത് കാണാം. നമ്മൾ വാഹനം നിർത്തി കൊടുത്തു, വീണ്ടും നമ്മൾ സിഗ്നൽ കാണിച്ച് വാഹനം ഹാഫ് ക്ലച്ചിലേക്ക് വന്നു, ആക്സലറേറ്റർ കൊടുത്തു, വാഹനം മുന്നിലേക്ക് എടുത്തു, ട്രാക്കിലേക്ക് കയറി, മുന്നിൽ നോക്കി
ഗിയർ ഷിഫ്റ്റ് ചെയ്തു, വാഹനം ഓടിച്ചു പോകുന്നു. ഒരു ഹൈവേ റോഡ് കൂടെയാണ് ഇപ്പൊ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തില് കയറ്റവും ഇറക്കവും പാലം, നമുക്കറിയാം ഇപ്പോ നാഷണൽ ഹൈവേയിലൊക്കെ ഇതുപോലെ ഓവർ ബ്രിഡ്ജുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബ്രിഡ്ജുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം കയറ്റം വരുമ്പോൾ നമുക്കതനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഇവർക്ക് ഇതെല്ലാം ചെയ്ത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 5 ദിവസം കഴിയുമ്പോൾ അവർക്ക് റോഡ് ഫിയർ ഇല്ലാതെ തന്നെ ഈസിയായി റോഡിലേക്ക് ഇറങ്ങി ഡ്രൈവിംഗ് പരിശീലനം നടത്താൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഒരിക്കലും അപകടങ്ങൾ സംഭവിക്കുകയല്ല ചെയ്യുന്നത്. അപകടങ്ങൾക്ക് ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ കാരണങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അപകടങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിശീലനമാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നൽകി വരുന്നത്. നമ്മുടെ KSRTCയുടെ വിഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളെയും നമുക്ക് ഡിഫൻസീവ് ഡ്രൈവർമാരായി ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ഡ്രൈവിംഗ് സ്കൂളിന്റെയും KSRTC ആരംഭിച്ചിട്ടുള്ള ഓരോ ഡ്രൈവിംഗ് സ്കൂളിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്.